ഒരു ദിവസം രാവിലെ, പാപ്പി, ഒരു പൂച്ച ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ച് മോൻ പറഞ്ഞതാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ടൗണിലുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ 2ാമത്തെ നിലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു റൂമിന്റെ ജനാല എന്നും തുറന്നാണിടാറ്. ആ ജനാലയിലൂടെയാണ് അന്നിവൾ വീടിനുള്ളിൽ കയറിയത്. കണ്ടപ്പോഴേ മനസ്സിലായി അവളെ ആരോ വളർത്തിയതായിരുന്നു എന്ന്. ഇനി ഇവളെ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നും തോന്നി. വിശന്ന് കരയുകയായിരുന്നു. ഉടനെ കുറച്ച് പാലൊഴിച്ചു കൊടുത്തു. പിന്നീട് ഇവൾക്ക് കൊടുക്കാൻ ചന്തയിൽ പോയി കുറച്ച് ക്യാറ്റ് ഫുഡും വാങ്ങിച്ചു. ഞങ്ങൾ അവൾക്കൊരു ബെൽറ്റ് ഇട്ട് കൊടുത്തു. അവളെ ഇറക്കി വിടാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെ അവൾ ഞങ്ങളുടെ വീട്ടിലെയും മനസ്സിലെയും ഒരാളായി മാറി. മൊബൈലിൽ വീഡിയോ വെച്ച് കൊടുത്താൽ അത് നോക്കിയിരിക്കും. ജനാലയിലൂടെ പുറത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടിരിക്കും. ചെറിയ ചെറിയ വികൃതികൾ കാട്ടി ഞങ്ങളെ ഒരുപാട് ചിരിപ്പിക്കും. ഞങ്ങൾ അവളെ നിയോ എന്ന് വിളിച്ചു. എപ്പോഴും തുറന്നു കിടക്കുന്ന ആ ജനാല അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്തേക്ക് പോകാനും തിരിച്ചു വരാനുമുള്ള വഴിയായി. അപ്പാർട്ട്മെന്റിന്റെ പുറകിലെ വലിയ പറമ്പിൽ കറങ്ങി നടക്കും. പിന്നീട് വീണ്ടും ഓടി വന്ന് ഞങ്ങളുടെ കൂടെ കിടക്കും. പക്ഷേ മുന്നിലുള്ള ആ റോഡ് എനിക്കെപ്പോഴും പേടിയായിരുന്നു. വണ്ടികൾ പാഞ്ഞു പോകുന്ന ആ വഴി കാണുമ്പോഴൊക്കെ അവൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊരു വൈകുന്നേരം ഞങ്ങൾ കണ്ടത് വണ്ടിയിടിച്ച് കിടക്കുന്ന അവളുടെ ശരീരമാണ്. ആ നിമിഷം മുതൽ വീട് ഒറ്റപ്പെട്ടു പോയ പോലെ തോന്നി. പാത്തുവിന്റെ കരച്ചിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. കുറെ ദിവസങ്ങൾ ഒന്ന് ശരിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ആയില്ല. ഒരു പൂച്ച മാത്രമായിരുന്നില്ല, വീട്ടിലെ ഒരാൾ തന്നെയായിരുന്നു ഞങ്ങൾക്ക് നഷ്ടമായത്. ഇന്നും ആ ജനാല തുറന്നു കിടക്കുന്ന കാണുമ്പോൾ അവൾ തിരിച്ചു വന്ന് കയറുമോ എന്ന് അറിയാതെ കണ്ണുകൾ നോക്കും.